കാറ്റത്തെ കിളിക്കുടിയിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷ് ഏട്ടനും നിധിയും കിച്ചണിൽ ഒരു ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിധി സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, ചാന്ദിനി എന്തു പറയുന്നു? എന്ത് പറയാനാ മോളെ? അവൾ പറയുന്നത് എനിക്കും മനസ്സിലാവില്ല, ഞാൻ പറയുന്നത് അവൾക്കും മനസ്സിലാവില്ല. ഇത് കേട്ട് നിധി ചിരിക്കുന്നുണ്ട്. എന്താ സുഭാഷ് ഏട്ടാ, ഹിന്ദി പഠിച്ചൂടെ? ഞാൻ പഠിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഹിന്ദിക്കാരായിട്ടുള്ള തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ, അവരിൽ നിന്നും കുറച്ച് പഠിച്ചതാണ്. പക്ഷേ 2 വരി പറയുമ്പോഴേക്കും പിന്നെ പറയാനൊന്നും കിട്ടത്തില്ല. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ സുഭാഷ് ഏട്ടാ. നമുക്കിഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ഇത് കേട്ട് സുഭാഷ് ഏട്ടനൊന്ന് ചിരിക്കുന്നുണ്ട്. മോളെ, ഞാൻ ഹിന്ദി പഠിക്കുമ്പോഴേക്കും ആ കുട്ടി മലയാളം പഠിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വരികയാണ്. നിധി പെട്ടെന്ന് ചെന്ന് അച്ഛനെ തൊട്ടു നോക്കുന്നുണ്ട്. അച്ഛാ, പനി മാറിയോ? ഇത് കേട്ട് അച്ഛൻ പറയുന്നുണ്ട്, മോളെ, നീ നേരത്തിന് ഇങ്ങനെ ഗുളിക തന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, പിന്നെ എങ്ങനെയാ പനി മാറാതിരിക്കുന്നത്? പനിയെല്ലാം മാറി. അപ്പോൾ നിധി പറയുന്നുണ്ട്, അച്ഛാ, പനി മാറിയെന്ന് വെച്ച് പെട്ടെന്ന് തല നനച്ച് കുളിക്കേണ്ട, പിന്നെ നല്ല റെസ്റ്റും വേണം, ഗുളിക കഴിക്കുകയും വേണം, നല്ല ഭക്ഷണവും കഴിക്കണം. ഇത് കേട്ട് അച്ഛൻ പറയുന്നുണ്ട്, ഓ, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. നിധി ചിരിയോടുകൂടി താൻ ചെയ്തിരുന്ന ജോലി തുറന്ന് ചെയ്യുന്നുണ്ട്. എന്നാൽ സുഭാഷ് ഏട്ടൻ ചിരിയോടെ നമ്മുടെ നിധിയുടെ മുഖത്തേക്ക് നോക്കുവാണ്. എന്താ സുഭാഷ് ഏട്ടൻ എന്ന് ചോദിക്കുമ്പോൾ, അല്ല മോളെ, അച്ഛൻ ഇത്രയും അനുസരണയോടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ആരും എന്ത് പറഞ്ഞാലും അച്ഛൻ നിഷേധിക്കത്തേയുള്ളൂ, ഒന്നും അനുസരിക്കില്ല. പക്ഷേ നിധി, നീ പറയുമ്പോഴേക്കും അച്ഛനത് അനുസരിക്കുന്നത് കണ്ടില്ലേ, എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ നിധി ചിരിക്കുകയാണ്. ഇതേ സമയം സുധീഷ് ടെൻഷനോടുകൂടി ഹാളിൽ ഇരിക്കുന്നുണ്ട്. ഗായത്രി തുടരെ വിളിക്കുന്നത് കൊണ്ട് തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സുധീഷ്. പുറത്തൊരു ബൈക്കിൻ്റെ സൗണ്ട് കേട്ട് പെട്ടെന്ന് സുധീഷ് ഉമ്മറത്തേക്ക് ചെല്ലുകയാണ്. അത് തോമസ് ഏട്ടനായിരുന്നു, സുധീഷിൻ്റെ കാറിൻ്റെ ഓണർ. തോമസ് ഏട്ടൻ വാ, അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അകത്ത് കയറിയതും തോമസ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, എടാ സുധീഷ്, നീ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? നിനക്ക് എത്ര വട്ടം ഞാൻ വിളിച്ചു, നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? ഇത് കേട്ട് സുധീഷ് ഒന്നും അറിയാത്തതുപോലെ, അയ്യോ, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ ഫോൺ എടുത്ത് നോക്കുവാണ്. തോമസ് ഏട്ടാ, എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ്, ഞാനത് അറിഞ്ഞില്ല, ശ്രദ്ധിച്ചില്ലെന്ന് പറയുവാണ്. ഇത് കേട്ട് തോമസ് ഏട്ടന് ദേഷ്യം വരുവാണ്. നീ എന്താടാ ഇത്ര ഉത്തരവാദിത്തമില്ലാതെ സംസാരിക്കുന്നത്? അവിടെ കസ്റ്റമേഴ്സ് വന്ന് നിൽക്കുകയാണ്, ഇന്ന് മുഹൂർത്തത്തിൻ്റെ ടൈമാണ്, നല്ല മുഹൂർത്തമാണ്, അതുകൊണ്ട് ഒരുപാട് ഓട്ടമുണ്ട്. നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയാമോ? നിന്നെ അന്വേഷിച്ച് ഞാൻ നിൻ്റെ വീട് വരെ വരേണ്ടി വന്നില്ലേ? സോറി തോമസ് ഏട്ടാ, ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ നിധിക്കും സുഭാഷ് ഏട്ടനൊക്കെ വളരെ വിഷമം തോന്നുവാണ് തോമസ് ഏട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട്. എടാ സുധീഷേ, നീ 24 മണിക്കൂറും ഫോണിൽ തന്നെയല്ലേ ഉണ്ടാവാറുള്ളത്, പിന്നെ എന്തുകൊണ്ടാണ് അത് ശ്രദ്ധിച്ചില്ലെന്ന് നീ പറയുന്നത്? സത്യമായിട്ടും ഞാനത്ര ശ്രദ്ധിച്ചില്ല തോമസ് ഏട്ടാ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി, ഫോൺ പെട്ടെന്ന് ചാർജിൽ വെച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പെട്ടെന്ന് എത്തണം, അവർ കുറേ നേരമായി വെയിറ്റ് ചെയ്യണു. അങ്ങനെ തോമസ് ഏട്ടൻ പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം സുധീഷ് ആകെ തളർന്ന് അവിടെ ഇരിക്കുകയാണ്. ഇത് കണ്ട് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സുധീഷ്? ഏയ് ഒന്നുമില്ല ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. സുധീഷ് തൻ്റെ ഫോൺ അവിടെ ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഫോൺ ഓണാക്കിയിട്ടുമുണ്ട്. എന്നാൽ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, മോളെ നിധി, ഇവനിത് എന്ത് പറ്റി? ഇവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഞാനും 2 ദിവസമായി സുഭാഷ് ഏട്ടാ ശ്രദ്ധിക്കുന്നു. ഇന്നലെയും കയറി വരുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. നികേഷ് അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. അത് ചാർജ് കഴിഞ്ഞതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നികേഷ് അത് ചെക്ക് ചെയ്തപ്പോൾ അത് ചാർജ് ഉണ്ടായിരുന്നു, എയ്റോപ്ലെയിൻ മോഡിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കണ്ടോ, ആ തോമസ് ഏട്ടൻ വന്ന് ചോദിച്ചപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. എന്തോ പ്രശ്നമുണ്ട് സുഭാഷ് ഏട്ടാ എന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്, അവൻ്റെ ഫോൺ ഇന്നേ വരെ സ്വിച്ച് ഓഫ് ആവാൻ അവൻ സമ്മതിച്ചിട്ടില്ല, എപ്പോഴും ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും, ഏത് നേരവും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നവനല്ലേ, എന്തോ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടൻ കിച്ചണിലേക്ക് തന്നെ പോവാണ്. പെട്ടെന്നാണ് സുധീഷിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. നിധി ചെന്ന് അത് എടുത്തു നോക്കുകയാണ്. അപ്പോഴാണ് അതിൽ ഗായത്രി എന്ന് എഴുതി കാണുന്നത്. സുഭാഷ് ഏട്ടാ, ഇത് ഗായത്രിയെ വിളിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് സുഭാഷ് ഏട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കണ്ടില്ലേ സുഭാഷ് ഏട്ടാ, ഇതിൽ ചാർജ് ഇല്ലെന്നല്ലേ പറഞ്ഞത്, 90% ചാർജ് ഉണ്ട്, കള്ളം പറയുന്നതാ.
കോള് കട്ടായതിനു ശേഷവും ഗായത്രി വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി എന്തിനാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് റൂമിൽ നിന്നും ഇറങ്ങി വരുവാണ്. തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് നിധിയുടെ കയ്യിലേക്ക് നോക്കുവാണ്. ഇതാരാ വിളിക്കുന്നത്, ഫോണിങ് താ എന്ന് പറയുമ്പോൾ നിധി ഫോൺ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഗായത്രി എന്ന് എഴുതിയത് കണ്ട് 17 വട്ടമാണല്ലോ മിസ് കോൾ കാണുന്നത്, ഇവൾക്ക് വേറെ പണിയില്ലേ, ഇത് നിധി കണ്ടു കാണും, ഇനിയിപ്പോൾ നിധിയോട് എന്ത് പറയും എന്നിങ്ങനെ ചിന്തിച്ച് പെട്ടെന്ന് ഒരു ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് സുധീഷ് പറയുന്നുണ്ട്, അത് ഗായുവാണ്, എന്നെ കാണാത്തത് കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതാ, ഞാൻ കോൾ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് തന്നെ കയറി പോവാണ്. നിധി പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ്. നികേഷ് നീ വരുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഇതാ വരുന്ന ചേട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ നിധിയുടെ സ്കൂട്ടറിന് പിറകിലിരുന്നുകൊണ്ട് അവർ പോകുന്നുണ്ട്. നിധി നികേഷിനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കുവാണ്. ഗായത്രി അവിടെ തന്നെ നിൽക്കുന്നത് കാണുന്നുണ്ട്. ഗായത്രി ഇവരെ കണ്ടതും അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ സുധീഷ് വരാത്തത്, ഇന്ന് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നിധിയും നികേഷും പരസ്പരം നോക്കുന്നുണ്ട്. അവർ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഗായത്രി വീണ്ടും ചോദിക്കുന്നുണ്ട്, സുധീഷ് ഇത്ര നേരമായിട്ടും വന്നില്ല, ഈ സമയത്ത് ഇവിടെ വരേണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അവൻ വരില്ലേ? അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയില്ല വരുമോ എന്നുള്ളത്. ഗായത്രി കണ്ടതും നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവളുടെ മുഖമൊക്കെ ചുമന്ന് തുടുക്കുന്നുണ്ട്. നികേഷേ ഞാൻ പോവാണ്, ബസ് വന്നതും നീ പോക്കോ എന്നും പറഞ്ഞുകൊണ്ട് നിധി അവിടെ നിന്നും പോകുന്നുണ്ട്. എന്നാൽ ഗായത്രി ഇനി എന്ത് ചെയ്യുമെന്നുള്ള മട്ടിൽ നിൽക്കുവാണ്. വീണ്ടും നികേഷിനോട് പറയുന്നുണ്ട്, നികേഷ് നിന്റെ ചേട്ടൻ ഇങ്ങോട്ട് വരുമോ എന്നൊന്ന് ചോദിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ, എന്താ നിന്റെ കയ്യിൽ നമ്പറില്ലേ, നിനക്ക് തന്നെ വിളിച്ചു നോക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, അതെന്താ, ഇന്നലെ നിന്റെ ബർത്ത്ഡേക്ക് ചേട്ടൻ വന്നിരുന്നില്ലേ, അതിനുശേഷം എന്താ ഉണ്ടായതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗായത്രി പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഇന്നലെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തതാണ്, എൻ്റെ ലവറാണെന്ന് ഞാൻ പറഞ്ഞു, അതിനുശേഷം എന്താ ഉണ്ടായതെന്നറിയില്ല, ആളവിടെ നിന്നും ഇറങ്ങിപ്പോയി, ഇപ്പോൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല, എനിക്ക് അദ്ദേഹത്തെ കാണണം, കണ്ട് സംസാരിക്കണം എന്ന് പറയുകയാണ്. ഇത് കേട്ട് നികേഷ് ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്ത് ലവറോ? അപ്പോൾ ചേട്ടത്തിയുടെ കാര്യമൊന്നും ഈ കുട്ടിയോട് പറഞ്ഞിട്ടില്ലേ? ഇത് ആകെ പ്രശ്നം വഷളാവുന്ന ഘട്ടമാണ് ഉള്ളത്. എത്ര ചേട്ടനോട് ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ട എന്നുള്ളത്, അനുഭവിക്കട്ടെ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അല്ല നിനക്ക് ചേട്ടനെ കാണണോ എന്ന് ചോദിക്കുമ്പോൾ ഗായത്രി പറയുന്നുണ്ട്, കാണണം, എന്നാൽ വാ ചേട്ടനെ ഉള്ളിടത്തേക്ക് ഞാൻ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. ഗായത്രി ഒന്നും മടിക്കുന്നുണ്ട്. ഇവനെ വിശ്വസിക്കാമോ? ഞാൻ ആദ്യമായിട്ടല്ലേ ഇവനോടൊപ്പം വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്, എന്തായാലും നോക്കാം എന്നും പറഞ്ഞു മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഗായത്രി നികേഷിൻ്റെ പിറകെ നടക്കുവാണ്. ഇതേ സമയം സുധീഷ് പോവാനായിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഹാളിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, അല്ല തോമസ് ഏട്ടൻ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് പോയതാ, പെട്ടെന്ന് നിന്നോട് ചെല്ലാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നീ ഇവിടെ തന്നെ ഇരിക്കുന്നത്, പെട്ടെന്ന് ചെല്ലാൻ നോക്കെന്ന് പറയുമ്പോൾ, ഇല്ല സുഭാഷ് ഏട്ടാ, അവർ കുറച്ച് കഴിഞ്ഞേ വരത്തുള്ളൂ പാസഞ്ചേഴ്സ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. എന്നാൽ സുധീഷിൻ്റെ മുഖത്തെ ആ ഒരു വിഷമം കണ്ടിട്ട് സുഭാഷ് ഏട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ സുധീഷെ പ്രശ്നം, നിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു, എന്നാൽ അതിൽ ചാർജ് ഉണ്ട് താനും, എന്താ നിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഹരീഷും അവിടെ തന്നെയുണ്ട്. ഹരീഷ് സുഭാഷേട്ടൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ കേട്ടിട്ട് സുഭാഷ് ഏട്ടൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്നാണ് നികേഷും ഗായത്രിയും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പുറത്തുനിന്ന് തന്നെ അച്ഛൻ അവരെ കാണുന്നുണ്ട്. ഇതേതാ ഈ പെൺകുട്ടി, ഇവനെന്താ ഈ കുട്ടിയുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് നമ്മുടെ അച്ഛൻ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി വരുന്ന ഗായത്രിയെ കണ്ട് നമ്മുടെ സുധീഷ് ഞെട്ടുന്നുണ്ട്. പെട്ടെന്ന് അങ്ങ് എഴുന്നേൽക്കുകയാണ്. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അത് ചേട്ടനെ കാണണമെന്ന് വാശി പിടിച്ചു, അപ്പോൾ ചേട്ടനുള്ള ഇടത്തേക്ക് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞാനാണ് ഇവിടെ എത്തിച്ചത്. സുധീഷിന് ഇത് കേട്ടിട്ട് ദേഷ്യം വരികയാണ്. സുധീഷ് നികേഷിൻ്റെ മുഖത്തേക്ക് തുറിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ ഗായത്രി സുധീഷിനോട് പറയുന്നുണ്ട്, സുധീഷേ ഞാൻ ഇന്നലെ മുതൽ നിനക്ക് വിളിക്കുന്നതാ, എത്ര മിസ് കോൾ ഉണ്ടെന്ന് നോക്ക്, നിനക്ക് എന്ത് പറ്റി, നീ ആദ്യമൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇപ്പോൾ ഞാൻ വിളിച്ചാൽ നീ ഫോൺ എടുക്കുന്നില്ല, എൻ്റെ ഫ്രണ്ട്സ് നിന്നെ കാണാൻ വന്നിരുന്നു എന്ന് ഞാൻ കേട്ടു, അവരെല്ലാം എന്നെ എന്തൊക്കെ പറഞ്ഞിട്ടാ കളിയാക്കുന്നതെന്ന് അറിയാമോ, നീ കാരണമല്ലേ ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്, നിനക്കിത് എന്ത് പറ്റി, ഞാൻ ഫോൺ അടിച്ചിട്ട് നീ എന്താ എടുക്കാത്തതെന്ന് ഒറ്റ ശ്വാസത്തിൽ ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് സുധീഷ് ഉത്തരം മുട്ടിയതുപോലെ നിൽക്കുകയാണ്, വിക്കിക്കൊണ്ട്. അത് ഒന്നുമില്ല, ഞാൻ കുറച്ച് ബിസി ആയി പോയി എന്ന് പറയുകയാണ്. എന്നാൽ ഗായത്രിയെ കണ്ട് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, നികേഷേ ഇതേതാ ഈ കുട്ടി? അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അത് സുധീഷ് ഏട്ടന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറില്ലേ ഒരു ഗായത്രി, ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് പരിചയപ്പെട്ട പെൺകുട്ടി എന്ന് പറഞ്ഞപ്പോൾ സുഭാഷ് ഏട്ടന് കേൾവിയുണ്ട്, അതുകൊണ്ട് ശരി എന്ന് പറയുകയാണ്.
ഗായത്രി വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആദ്യമൊക്കെ എന്നോട് വളരെ ഇഷ്ടത്തോടെയാണ് സംസാരിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ സ്വഭാവം മാറി. അതിനുള്ള കാരണം എന്താണെന്ന് എനിക്ക് അറിയണം. ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് തിരിച്ചു എന്നോട് അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെ ഇപ്പോഴും ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇത്തവണ സുഭാഷ് ഏട്ടനാണ് ഞെട്ടുന്നത്. സുഭാഷ് ഏട്ടൻ അന്തം വിട്ട് സുധീഷിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. എടാ സുധീഷ, ഇതെന്താ ഈ കുട്ടി പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കേ, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ വാ അങ്ങോട്ടേക്കെന്ന് പറയുമ്പോൾ നീ ഇവളെ വിളിച്ചുകൊണ്ട് എങ്ങോട്ടേ പോകുന്നതെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എങ്ങോട്ടുമില്ല സുഭാഷ് ഏട്ടാ, ഞാൻ വീടിന് പിറകിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം വരാം. അവളെ ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗായത്രിയെ വിളിച്ചുകൊണ്ട് വീടിന് പിറകിലേക്ക് നടക്കുകയാണ്. അവരങ്ങോട്ടേക്ക് പോയതും സുഭാഷ് ഏട്ടൻ നികേഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ പ്രശ്നം, ഇവർ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ആ കുട്ടി അവനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഇവൻ വിവാഹം കഴിച്ച വിവരമൊന്നും ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ലേ? ഇത് കേട്ടതും നികേഷ് പറയുന്നുണ്ട്, ഇല്ല സുഭാഷ് ഏട്ടാ, ഞങ്ങളെ ഈ ബന്ധം തുടങ്ങുമ്പോൾ തന്നെ അവനോട് താക്കീതതാ, സുധീഷിൻ്റെ ഏട്ടനോട് പറഞ്ഞതാണ്, വേണ്ട പുലിവാല ആകും, ഒന്നും വേണ്ട എന്ന് പറഞ്ഞതാ. പക്ഷെ കേട്ടില്ല, അനുഭവിക്കട്ടെ. അപ്പം നികേഷ് പറയുന്നുണ്ട്, ഞാനും ഒരുപാട് ഉപദേശിച്ചതാ. അപ്പോൾ എന്നോടെന്താ പറഞ്ഞെന്നറിയോ? ചേട്ടത്തിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പം തന്നെ ഞാൻ പറഞ്ഞതാ ഒന്നും വേണ്ട നിർത്തിയേക്കെന്ന്. അപ്പം സമ്മതിച്ചില്ല. നീ വാട നികേഷേ, നമുക്ക് പോവാം, അവർ സംസാരിച്ച് തീർക്കട്ടെ എന്ന് പറയുമ്പോൾ നികേഷ് സമ്മതിക്കുന്നില്ല. ഇല്ല ഹരീഷേട്ടാ, ഹരീഷേട്ടൻ പോക്കോ, ഇതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ. എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇന്ന് കോളേജിലേക്ക് പോകുന്നുള്ളൂ. പക്ഷേ ഹരീഷ് സമ്മതിക്കുന്നില്ല. എടാ നീ എന്തിനാ ഇന്ന് ലീവാകുന്നത്? നീ വാ, അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, അവനുണ്ടാക്കിയ പ്രശ്നമല്ലേ, അത് തീർക്കാൻ അവനക്കറിയാം. നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ബലമായി തന്നെ നികേഷിനെയും കൂട്ടിക്കൊണ്ട് ഹരീഷ് അവിടെ നിന്നും പോകുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ പതിയെ പിറകെ വശത്തേക്ക് പോകുന്നുണ്ട്, അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ. ഇതേ സമയം ഹരീഷ് ഗായത്രിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗായത്രി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചു പോയി. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കുകയാണ്. അവരോടൊക്കെ ഞാൻ എന്ത് പറയും? എനിക്ക് നിങ്ങളുടെ കോള് വന്നില്ലെങ്കിൽ എന്തൊരു ടെൻഷനാണ്. പ്ലീസ് പതിവ് പോലെ നിങ്ങൾ എന്നെ വിളിക്കണം. നിങ്ങൾക്ക് എന്നോട് പിണക്കമുണ്ടെങ്കിൽ അത് മാറ്റണം. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ പ്രശ്നത്തിലാക്കുന്നത്? എനിക്ക് സൗന്ദര്യമില്ല എന്നെന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും സുധീഷ് പറയുന്നുണ്ട്, എന്താ ഗായത്രി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് സ്നേഹമുണ്ടെന്നോ ഇഷ്ടമാണെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഞാനും നീയും ഒത്തുപോകത്തില്ല, അത് ശരിയാവില്ല. സുധീഷ് ഗായത്രിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗായത്രി എന്ത് പറഞ്ഞിട്ടും അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളെ തലയിലോട്ടൊന്നും കയറുന്നില്ല. അവളുടെ മനസ്സിൽ സുധീഷിനോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല, ഇനി എന്നെ വിളിക്കരുത്, നീ പെട്ടെന്ന് വീട്ടിലേക്ക് പോ എന്ന് പറയുമ്പോൾ ഗായത്രി പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോവില്ല, നിങ്ങളുടെ പിണക്കം മാറി എന്ന് പറയാതെ ഞാൻ ഇവിടെ നിന്നും പോവില്ല എന്ന് പറഞ്ഞ് ഷാഠ്യം പിടിച്ച് നിൽക്കുകയാണ്. ഇത് കണ്ടതും പ്രശ്നം വളരെ രൂക്ഷമാണെന്ന് അറിഞ്ഞതും മനസ്സിലാക്കിയതും സുഭാഷ് ഏട്ടൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താ സുധീഷേ, പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് സുഭാഷ് ഏട്ടാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, സുഭാഷ് ഏട്ടൻ അപ്പുറത്തേക്ക് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, നീ ഇത്ര നേരം പറഞ്ഞ് മനസ്സിലാക്കുകയല്ലായിരുന്നോ? എന്നിട്ടും ആ കുട്ടിക്ക് മനസ്സിലായില്ലല്ലോ, ഇനി ഞാൻ സംസാരിക്കാം. എന്താ മോളെ നിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഗായത്രി സുധീഷിനെ കണ്ടതു മുതലുള്ള എല്ലാ കാര്യങ്ങളും സുഭാഷ് ഏട്ടനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. ഫസ്റ്റ് ടൈം സുധീഷിൻ്റെ കാറിൽ കയറിയതും തൻ്റെ ഫോൺ അതിൽ മറന്നു വെച്ചതും സുധീഷ് അത് കൊണ്ടുവന്ന് കൊടുത്തതും പിന്നീട് അവനോടൊരു ഇഷ്ടം തോന്നിയതിന് ശേഷം അവൻ്റെ ഫോൺ നമ്പർ നികേഷിൽ നിന്നും മേടിച്ച് അവനെ വിളിച്ചതും പിന്നീട് വളരെ സൗഹൃദത്തോടും വളരെ ഇഷ്ടത്തോടും പ്രണയത്തോടു കൂടി അവൻ ഗായത്രിയോട് സംസാരിച്ചിരുന്നതും പെട്ടെന്ന് അത് നിഷേധിച്ചതും എല്ലാം വളരെ വിശദമായി തന്നെ സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് സുഭാഷ് ഏട്ടന് വിശ്വാസം വരാതെ സുധീഷിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നാൽ സുധീഷ് ആകെ ചമ്മി വിളറി നിൽക്കുകയാണ്. സുഭാഷ് ഏട്ടൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും സുധീഷിന് കഴിയുന്നില്ല. ഇതൊക്കെ ശരിയാണോടാ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സുഭാഷ് ഏട്ടാ, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഈ കുട്ടി തെറ്റിദ്ധരിച്ചതാണ്. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ ഗായത്രിയോട് പറയുന്നുണ്ട്, മോളെ ഗായത്രി, ഇവൻ്റെ വിവാഹം കഴിഞ്ഞതാണ്, 5-8 മാസമായി വിവാഹം കഴിഞ്ഞിട്ട്.
ഇത് കേട്ടതും ഗായത്രി ഞെട്ടുന്നുണ്ട്. ഗായത്രിയുടെ കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണുനീര് വരുവാണ്. സുധീഷിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. സുധീഷേട്ടാ, ശരിയാണോ? ഇവർ പറഞ്ഞത് ശരിയാണോ? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണോ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അതെ, എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. ഇതങ്ങ് കേട്ടതും അത്ര നേരം പിടിച്ചു നിന്ന ഗായത്രി പൊട്ടി പൊട്ടി കരയാണ്. നിങ്ങൾ എന്നെ ചതിച്ചു അല്ലേ? എന്തിനാ നിങ്ങൾ എന്നെ ചതിച്ചത്? നിങ്ങൾക്കിത് എന്നോട് ആദ്യം തന്നെ പറയാമായിരുന്നില്ലേ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന്? ഇത് മറച്ചു വെച്ചിട്ടല്ലേ ഇത്രയും നാൾ നിങ്ങൾ എന്നോട് സംസാരിച്ചത്? ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചതാ. ദുഷ്ടനായന് നിങ്ങൾ എന്നെ ചതിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. സുഭാഷേട്ടനെ ആ കുട്ടിയുടെ കരച്ചിൽ കാണാൻ കഴിയുന്നില്ല. മോളെ, നീ കരയല്ലേ, കരച്ചിൽ നിർത്ത്, സംസാരിക്കേ, മോളെ കരയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഗായത്രി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് സുധീഷ് പറയുന്നുണ്ട്, ഇതുകൊണ്ടല്ലേ സുഭാഷേട്ടൻ ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞത്. പെട്ടെന്ന് സുധീഷിനെ അടിക്കാനായി സുഭാഷേട്ടൻ കൈയൊങ്ങുന്നുണ്ട്. ഒന്നങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. ഇതെൻ്റെ എല്ലാം പ്രശ്നക്കാരൻ നീയാ, ഇത്രയും വഷളാക്കിയത് നീയാ, മിണ്ടാതെ നിന്നോളം എന്ന് പറയാണ്. ഗായത്രി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങി ഓടുന്നുണ്ട്. ആ ഓട്ടം കണ്ട് സുഭാഷേട്ടന് പേടിയാവുന്നുണ്ട്. സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ദേ ആ കുട്ടിയുടെ ഓട്ടം കണ്ടില്ലേ? ഈ കുട്ടി പോയി എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാൽ ആരോട് സമാധാനം പറയും? ഈ ഒരു സീന് നിധി വന്ന് കണ്ടിരുന്നെങ്കിൽ നിധിയോട് നീ എന്ത് പറയുമായിരുന്നു? അവൾ നിന്നെ ഒരിക്കലും വിശ്വസിക്കില്ലായിരുന്നു, നിന്നെ വെറുത്തേനെ. ഇതൊക്കെ നീ ചിന്തിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷേട്ടാ, ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ല, സോറി സുഭാഷേട്ടാ എന്ന് പറയുമ്പോഴേക്കും സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ആ കുട്ടിയുടെ പിറകെ ചെല്ലട്ടെ, ആ കുട്ടിയെ സേഫായിട്ട് എൻ്റെ വീട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ പിറകെ ചെല്ലുവാണ്. എന്നാൽ സുഭാഷേട്ടൻ ആ കുട്ടിയെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഗായത്രി വീണ്ടും വീണ്ടും സുധീഷിൻ്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്നോട് ഇഷ്ടമായിരുന്നു, പെട്ടെന്നാണ് എന്തോ മാറ്റം സംഭവിച്ചത്, അതിന് കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, അവൻ്റെ വിവാഹം കഴിഞ്ഞതാ മോളെ. അവൻ പറയുന്നത് പോലെ നിന്നോടൊരു ഫ്രണ്ട്ലി ആയിട്ട് അവൻ സംസാരിച്ചിട്ടുണ്ടാവുക, നീ അത് തെറ്റിദ്ധരിച്ചതായിരിക്കും, അങ്ങനെ ആവാനാണ് വഴി. മോളെ നീ ഇവിടെ നിൽക്ക്, ഞാനൊരു ഓട്ടോ വിളിച്ചു തരാം, നീ അതിൽ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷേട്ടൻ പെട്ടെന്ന് തന്നെ ചെന്ന് ഒരു ഓട്ടോ വിളിച്ചു കൊടുക്കുകയാണ്. അതിൽ ഗായത്രി കയറി പോകുന്നുണ്ട്. ഓഫീസിലെത്തിയതും നിധി ഒരു മീറ്റിങ്ങിലാണ്. സിദ്ധാർത്ഥ് എല്ലാവർക്കും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് നിധിയുടെ മുഖത്തേക്ക് വളരെ സ്നേഹത്തോടു കൂടി സിദ്ധാർത്ഥ് നോക്കുന്നുണ്ട്, ഒരു പ്രണയത്തോടു കൂടി. ഇതാരും കാണുന്നില്ല. എന്തോ എഴുതാനായി നിധി പേന നോക്കുന്നുണ്ട്, പക്ഷെ എവിടെയും കാണുന്നില്ല. ഇത് കണ്ട് സിദ്ധാർത്ഥ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പേന നിധിക്ക് കൊടുക്കുകയാണ്. താങ്ക് യു സാർ എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് എഴുതുന്നുണ്ട്. പെട്ടെന്ന് നിധിയുടെ ഫോൺ റിങ് ചെയ്യുകയാണ്. ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അത് നികേഷാണ് വിളിക്കുന്നത്. എന്താ നികേഷ് ഈ നേരത്തെ? ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു അർജൻറ്റ് കാര്യമുണ്ട് ഏട്ടത്തി, അത് പറയാനായിട്ട് വിളിച്ചതാണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ ശരി, നീ പെട്ടെന്ന് പറ എന്ന് പറയുമ്പോൾ ആകെ പ്രശ്നമായി ചേട്ടത്തി. ഗായത്രി വീട്ടിലെത്തിയിട്ടുണ്ട്. ഗായത്രി വളരെ സീരിയസ് ആണ്. ചേട്ടൻ കുടുങ്ങുന്ന ലക്ഷണമാണുള്ളത്. ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞെന്ന വിവരമൊന്നും ആ ഗായത്രിയോട് ചേട്ടൻ പറഞ്ഞിട്ടില്ല എന്ന് കേട്ടതും നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓ അങ്ങനെയാണോ? അനുഭവിക്കട്ടെ. നിങ്ങളെല്ലാവരും ഒരുപാട് ഉപദേശിച്ചില്ലേ, സുധീഷ് കേട്ടില്ലല്ലോ. ഇനി എന്താന്ന് വരുന്നത് വെച്ചാൽ അവൻ അനുഭവിക്കണം. നീ ഇതൊന്നും മനസ്സിൽ വെച്ച് ടെൻഷൻ ആവണ്ട, നീ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നിധി കോള് കട്ട് ചെയ്ത് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. നിധി ആകെ ടെൻഷനിലാണ്. ഇതേ സമയം ഹരീഷ് വർക്ക്ഷോപ്പിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ടിറ്റോ ഫോൺ എടുക്കുന്നില്ലെന്ന് ചോദിക്കുകയാണ്. പണി കഴിയട്ടെ എന്നിട്ട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ടിറ്റോയോട് ആ ഫോൺ എടുക്കുമെന്ന് പറയുമ്പോൾ, അല്ല പണികളൊക്കെ കഴിഞ്ഞിട്ടെടുക്കാമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്താന്ന് ചോദിക്കുകയാണ്. നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കടാ എന്ന് പറയുമ്പോൾ ടിറ്റോ ഫോൺ എടുത്ത് കൊടുക്കുകയാണ്. അത് നമ്മുടെ നീതുവാണ്. ഫോണെടുത്ത് ഹലോ എന്ന് ചോദിച്ചതും നീതുവിന് ഒരുപാട് സന്തോഷമാവാണ്. ഓ ഇപ്പോഴെങ്കിലും ഫോൺ എടുത്തല്ലോ, എനിക്ക് സന്തോഷമായി. ഇത്രയും നേരം ഫോൺ റിങ് ചെയ്തു, കട്ടായി, നിങ്ങൾക്ക് ആദ്യം തന്നെ എടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എടി എനിക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട്, നീ ഫോൺ അടിക്കുമ്പോൾ എടുക്കാനായിട്ട് ഇരിക്കുകയല്ല ഞാൻ.
ഫോൺ അടിച്ച് എടുക്കാതിരിക്കുമ്പോൾ ഞാൻ ബിസിയാണെന്ന് നിനക്കറിയില്ലേ? അപ്പോൾ നിനക്കൊന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നീതു പറയുന്നുണ്ട്, അതെ ഫോൺ എടുത്ത് ഞാൻ ബിസിയാണ് എന്നൊന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ആശ്വാസമാവില്ലേ? നിനക്ക് അങ്ങനെയും ചെയ്തുകൂടെ? അപ്പോൾ നമുക്കിടയിലെ വഴക്ക് കുറയ്ക്കാലോ എന്ന് പറയുകയാണ്. എന്നാൽ ഹരീഷ് പറയുന്നുണ്ട്, അപ്പോഴും കണ്ടറിഞ്ഞ് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അതൊക്കെ പോട്ടെ, നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് നീതുവിന് ഒരുപാട് സന്തോഷമാവാണ്. ആ കൊഞ്ചിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചു. പിന്നെ നീ കഴിച്ചോ? ആ ഞാനും കഴിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഹരീഷേ, ഞാൻ എൻ്റെ വീട്ടുകാരെ നിനക്ക് വേണ്ടി എത്രയോ വട്ടം തള്ളി പറഞ്ഞിട്ടുണ്ട്. അതുപോലൊരു സിറ്റുവേഷൻ നമുക്കിടയിൽ വരുവാണെങ്കിൽ നീ എനിക്ക് വേണ്ടി നിൻ്റെ വീട്ടുകാരെ തള്ളി പറയുമോ എന്ന് ചോദിക്കുകയാണ്. ഈ ഒരു ചോദ്യം കേട്ട് സുധീഷിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സുധീഷ് എടുത്തടിച്ചതുപോലെ പറയുന്നുണ്ട്, ഇല്ല, ആർക്ക് വേണ്ടിയും ഞാൻ എൻ്റെ വീട്ടുകാരെ വിട്ടുകൊടുക്കില്ല, അവരെ തള്ളി പറയില്ല, അത് നിനക്ക് വേണ്ടിയാണെങ്കിൽ പോലും.